ഇത് നമുക്ക് നല്ലൊരു അടിപൊളി വട്ടയപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇടുന്നത്. ഇതൊരുപാട് കൂട്ടുകാർ ചോദിച്ചതാണ് ക്രിസ്മസ് ആകുമ്പോഴേക്കും വട്ടയപ്പത്തിൻ്റെ റെസിപ്പി ഇടുക എന്നുള്ളത്. സോറി കേട്ടോ, എനിക്കിതുവരെ ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. വീഡിയോ ദിവസം ഇടണമെന്ന് വിചാരിക്കും, ഓരോരോ കാരണം കൊണ്ട് വീഡിയോ ഇടാൻ പറ്റാത്തതാണ്. നിങ്ങൾ ഒരുപാട് കൂട്ടുകാർ ഒരുപാട് റെസിപ്പീസൊക്കെ ചോദിച്ചിട്ടുണ്ട്. എനിക്ക് പറ്റണ പോലെ സമയം കിട്ടുന്നതിനനുസരിച്ചിട്ട് ഞാൻ ഓരോന്നോരോന്ന് പോസ്റ്റ് ചെയ്ത് തരാം. വീഡിയോ ഇടേണ്ടത് നിങ്ങളെല്ലാവരും മുഴുവനായിട്ടൊന്ന് സ്കിപ്പ് ചെയ്യാതെ തന്നെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. കാണുമ്പോൾ തന്നെ അറിയില്ല, നല്ല സോഫ്റ്റാണ്, നല്ല ടേസ്റ്റിയാണ്. പെട്ടെന്നാണ് ഉണ്ടാക്കാനും പറ്റും. ഇതിൻ്റെ എല്ലാ ടിപ്സും എല്ലാം ഞാൻ അതിൽ പറയുന്നുണ്ട്. വീഡിയോ നിങ്ങളെല്ലാവരും മുഴുവനായിട്ടൊന്ന് കാണുക. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടു നോക്കിയാലോ. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയ്ക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അതിന് ഞാനിതാ 2 കപ്പ് പച്ചരി എടുത്ത് ഒരു 5-6 പ്രാവശ്യം കഴുകിയതിന് ശേഷം നല്ല വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുതിരാൻ വേണ്ടി നമുക്കവിടെ മാറ്റി വെക്കണം. ഇത് രാത്രി വെള്ളത്തിലിട്ട് കുതിർത്തിയെടുത്താലും വേണ്ടില്ല, ഇല്ലെങ്കിൽ ഒരു അരി എന്തായാലും നല്ലവണ്ണം കുതിർന്ന് കിട്ടണം. നല്ലവണ്ണം കുതിരുമ്പോഴാണ് അപ്പം നല്ല സോഫ്റ്റായിട്ട് കിട്ടുക. നല്ലവണ്ണം ഉള്ളിൽ കുതിരാണ്ടിരുന്നാൽ അപ്പം നല്ല ഹാർഡായിട്ടുണ്ടാവുള്ളൂ. അതാണ് ആദ്യത്തെ ടിപ്പ്. അത് നിങ്ങളത് നോട്ട് ചെയ്യുക. അപ്പോൾ ഞാനിതാ വെള്ളം ഒഴിച്ചിട്ട് കുതിരാൻ വേണ്ടി അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. നല്ലവണ്ണം കുതിർന്നതിന് ശേഷം ഇതിലത്തെ വെള്ളം മുഴുവനും കളഞ്ഞിട്ട് നമുക്കൊരു അരിപ്പ പാത്രത്തിലേക്ക് ഒന്ന് അരിച്ച് വെക്കണം. അങ്ങനെ അരിച്ച് വെക്കേണ്ടത് വെള്ളത്തിൻ്റെ അളവ് കിട്ടാൻ വേണ്ടിയിട്ടാണ്, വെള്ളം കൂടി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം ഞാനിതാ മിക്സിൻ്റെ വലിയ ജാറെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിലാവുമ്പോൾ ഒന്നിച്ചിട്ട് അരച്ചെടുക്കാം. വെള്ളം വാർന്ന അരിനെ ഞാൻ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് അരി എടുത്ത അതേ കപ്പിന് തന്നെയാണ്, ഞാൻ ഈ കപ്പിനാണ് 2 കപ്പ് അരി എടുത്തിരിക്കുന്നത്. നമ്മൾ അരി എടുത്ത അതേ കപ്പിന് തന്നെ ഒരു 1.5 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെള്ളം കൂടി പോകരുത്. വെള്ളത്തിൻ്റെ അളവ് അരിൻ്റെ ഒപ്പം നിൽക്കണം കേട്ടോ. അരിൻ്റെ കുറച്ച് താഴെയായിട്ട് ഒപ്പം നിൽക്കുക. അതാണ് വെള്ളത്തിൻ്റെ അളവ്. എന്നിട്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കുക. ചെറിയൊരു തരി, ഇതിപ്പോൾ കാണുന്നില്ല, ചെറിയൊരു തരി, ഇതേപോലെ ചെറിയൊരു തരിയോട് കൂടിയിട്ട് അരച്ചെടുക്കുക. ഒരുപാട് തരി പാടില്ല. തരി കൂടുതലുണ്ടെങ്കിൽ അപ്പം ഹാർഡായി പോകും. ചെറിയൊരു തരി ഉണ്ടെങ്കിൽ നല്ല ആരെടുത്ത അപ്പം നമുക്ക് കിട്ടും, നല്ല സോഫ്റ്റായിട്ട്. ഇപ്പോൾ ഇതാ ഞാൻ അരി അരച്ചെടുത്തിട്ടുണ്ട്. അരി അരച്ചെടുത്ത മാവിൽ നിന്ന് നമ്മൾ 1/4 കപ്പ് അരി എടുത്ത അതേ കപ്പ്, നിങ്ങളുടെ അടുത്ത് കപ്പില്ലെങ്കിൽ ഗ്ലാസ്, ചായയൊക്കെ കുടിക്കണ ഗ്ലാസ്സൊക്കെ ഉണ്ടാവില്ല, അതായാലും മതി. 1/4 കപ്പ് ഞാൻ അതിന് മാവ് എടുത്തിട്ടുണ്ട്. മാവ് എടുത്തതിന് ശേഷം അതിലേക്ക് നമ്മളിനി വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് കപ്പി കാച്ചാൻ വേണ്ടിയിട്ടാണ്. 1/2 കപ്പ് തൊട്ട് 3/4 കപ്പ് വരെ നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഇത് നല്ലപോലെ മിക്സാക്കി എടുക്കുക. മിക്സ് ആക്കിയതിന് ശേഷം അടുപ്പത്ത് വെച്ച് ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് നല്ലവണ്ണം അത് കുറുക്കിയെടുക്കണം. കട്ട കെട്ടാതെ മാവ് നല്ലവണ്ണം വെന്ത് കിട്ടണം. ഹൈ ഫ്ലെയിമിൽ ഒരിക്കലും ഇടരുത്. ഹൈ ഫ്ലെയിമിൽ ഇട്ട് പറഞ്ഞാൽ പെട്ടെന്ന് ഇത് വെള്ളം വറ്റി കിട്ടും, മാവ് വെന്തിട്ടുണ്ടാവില്ല. അറിയാത്തവരിനോട് വേണ്ടിയിട്ടാണ് ഡീറ്റെയിലായിട്ട് പറയുന്നത്. അറിയണവർക്ക് ഇപ്പോൾ അറിയുമായിരിക്കുമല്ലോ. അപ്പോൾ ഇതാ ഒരു പൊട്ട് പോലും കട്ട കെട്ടാതെ തന്നെ നല്ലവണ്ണം മാവ് വെന്ത് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ലോ ഫ്ലെയിമിൽ ഇടുമ്പോൾ മാവ് നല്ലവണ്ണം വേവുകയും ചെയ്യും, കട്ട കെട്ടുമില്ല. കട്ട കെട്ടുമ്പോൾ അതിൻ്റെ ഉള്ളൊക്കെ വേകാത്ത പോലെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് നല്ലവണ്ണം അത് കുറുക്കിയെടുക്കുക. അപ്പോൾ നല്ലവണ്ണം കുറുകി മാവൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫാക്കി. ഇനി ഇതൊന്ന് ചൂടാറി കിട്ടണം. ആ സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുക. ഞാനിതാ ഒരു 1/4 കപ്പ് വെള്ള അവിലാണ് എടുത്തിരിക്കുന്നത്. അതിനി നല്ലവണ്ണം ഒന്ന് കഴുകിയെടുക്കണം കേട്ടോ. നല്ലവണ്ണം കഴുകിയതിന് ശേഷം അവിലിൻ്റെ ഒപ്പം വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുതിരാൻ വേണ്ടി മാറ്റി വെക്കുക. ഒരു 5 മിനിറ്റ് തന്നെ ഉണ്ടെങ്കിൽ അവൽ കുതിർന്നിട്ടുണ്ടാവും. ഇത് കനല്ലാത്ത അവലാണ്, അത് പെട്ടെന്ന് തന്നെ കുതിർന്ന് കിട്ടും. അവലിൻ്റെ ഒപ്പമാണ് ഞാൻ വെള്ളം ഒഴിച്ചിട്ടുള്ളൂ. അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതാ ഒരു ലൈറ്റ് ചൂടോടുകൂടി നമ്മൾ കപ്പി കാച്ചിയത് ഞാനത് വേറൊരു പാത്രത്തിലേക്ക് തന്നെ പെട്ടെന്ന് തന്നെ ഒഴിച്ച് വെച്ചിട്ടോ. ഒരുപാട് ആ ചട്ടിയിൽ ഇരുന്നിട്ടുണ്ടെങ്കിൽ ഡ്രൈ ആയി പോകുള്ളത് കൊണ്ട് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ലൈറ്റ് ചൂടുണ്ട് ഇപ്പോൾ അത്. ഇപ്പോൾ നമ്മൾ കുതിർത്തി വെച്ച അവലും ഇട്ടിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ തേങ്ങ ചിരകിയത് 1 കപ്പ് ഇടുന്നുണ്ട്. തേങ്ങ കൂടുന്തോറും നല്ല ടേസ്റ്റ് തന്നെ ഉണ്ടാകുക. തേങ്ങ ഇല്ല എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു 1/2 കപ്പെങ്കിലും ഇടണം കേട്ടോ. പിന്നെ പഞ്ചസാര നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ട് ഇടുക. ഞാനിപ്പോൾ ഇതൊരു 3/4 കപ്പിൻ്റെ ഉള്ളിൽ, 1/2 കപ്പിന് കൂടുതൽ 3/4 കപ്പിൻ്റെ ഉള്ളിലായിട്ട് ഇട്ടിട്ടുണ്ട്.
പിന്നെ ഒരു ടീസ്പൂൺ ഈസ്റ്റ് ഇടുക. ഈസ്റ്റ് ഇടുമ്പോൾ നല്ല ഈസ്റ്റ് നോക്കിയിട്ട് തന്നെ എടുക്കുക. പഴയ ഈസ്റ്റ് ആണെങ്കിൽ പൊന്തി കിട്ടില്ല. പിന്നെ അതിലേക്ക് ഞാൻ 2-3-4 ഏലക്കായൻ്റെ കുരു ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് അരച്ചെടുക്കാൻ നമ്മളിതൊരു 1/4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെള്ളത്തിൻ്റെ കണക്ക് മാത്രം നോക്കിയാൽ മതി. നമ്മൾ 1.5 കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് അരി അരച്ചെടുത്തത്. 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് നമ്മൾ കപ്പി കാച്ചിയതൊക്കെ പാടെ അരച്ചെടുക്കുന്നത്. പിന്നെ ഒരു 3/4 കപ്പ് വെള്ളം നമ്മൾ കപ്പി കാച്ചാനും എടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഇനി ഇത് നല്ലവണ്ണം മിക്സാക്കി എടുക്കണം കേട്ടോ. കൈ കൊണ്ടായാലും കരണ്ടിയും കൊണ്ടായാലും വിസ്കും കൊണ്ടായാലും എന്തും കൊണ്ട് നിങ്ങൾ മിക്സ് ആക്കണമെന്ന് വെച്ചാൽ നല്ലവണ്ണം അത് മിക്സാക്കി എടുക്കുക. ഈ മിക്സിങ്ങിലാണ് നമ്മുടെ അപ്പം സോഫ്റ്റായി കിട്ടുന്നത്. അപ്പോൾ ഇത് ഞാൻ നല്ലവണ്ണം മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് അടച്ചു വയ്ക്കുക. കാലാവസ്ഥയ്ക്ക് അനുസരിച്ചിട്ടായിരിക്കും മാവ് പൊന്തി കിട്ടുക. നല്ല ചൂടുള്ള കാലാവസ്ഥയാണെങ്കിൽ പെട്ടെന്ന് 1 മണിക്കൂറും കൂടി വേണ്ട കേട്ടോ, പെട്ടെന്ന് പൊന്തി കിട്ടും. അപ്പോൾ ഇതെനിക്ക് 1 മണിക്കൂറും കൊണ്ട് പൊന്തി കിട്ടിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതൊരു 10:20-നാണ് കലക്കി വെച്ചത്. ഒരു 11:30 ആകുമ്പോഴേക്കും തന്നെ എനിക്ക് പൊന്തി കിട്ടിയിട്ടുണ്ട്. നല്ലവണ്ണം പൊന്തിയിട്ട് ഇനി കുറച്ചും കൂടി നേരം നിൽക്കണത് പുറത്ത് പോയിട്ടുണ്ടാവും. പൊന്തിയതിന് ശേഷം ഈ മാവിന് ഒരുപാട് കുത്തി ഇളക്കിയിട്ട് അതിൻ്റെ പത വറ്റിച്ച് കളയരുത്. നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കും, മിക്സാക്കി കൊടുക്കും. നമുക്കിനി ഇതിലേക്ക് ഒന്നും ചേർത്താനില്ല. ഞാനിതിൽ ഉപ്പൊക്കെ ഇട്ടിട്ടാണല്ലേ കലക്കി വെച്ചത്. ഇനി ഇത് നല്ലവണ്ണം ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. അഥവാ ഇനി നിങ്ങൾ ഒരുപാട് മിക്സാക്കിയിട്ട് അതിൻ്റെ പദം താഴ്ന്നു പോയാൽ കുറച്ച് നേരം വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അത് നല്ലപോലെ പൊന്തി കിട്ടും കേട്ടോ. അപ്പോൾ മാവ് ഞാനവിടെ മിക്സാക്കി വെച്ചതിന് ശേഷം വെള്ളം അടുപ്പത്ത് വെച്ചിട്ട് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെള്ളം നല്ലവണ്ണം തിളച്ചിട്ടുണ്ട്. അതിന് ശേഷം ഞാനിതിലേക്ക് കേക്ക് ഉണ്ടാക്കുന്ന പാത്രം വെച്ചിരിക്കുന്നത്. നിങ്ങളുടെ കേക്ക് ഉണ്ടാക്കുന്ന പാത്രം ഇല്ല എന്നുണ്ടെങ്കിൽ ചോറ് വയ്ക്കുന്ന പ്ലേറ്റ് ആയാലും മതി കേട്ടോ. അത് എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഇറക്കി വെച്ചതിന് ശേഷം നല്ലപോലെ ചൂടായിട്ട് വരുമ്പോൾ അതിൽ കുറച്ച് നെയ്യോ എണ്ണയോ എന്തെങ്കിലും ഒന്ന് തടവി കൊടുക്കുക. അതെന്തിനാണ്? നമ്മൾ പാത്രം ചൂടായിട്ട് മാവ് ഒഴിക്കുമ്പോൾ പാത്രത്തിൽ ഒട്ടൂല. നെയ്യോ എണ്ണ തേക്കുമ്പോഴും ഒട്ടൂല, പെട്ടെന്ന് തന്നെ വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനിതാ ഈ തവിക്ക് ഒരു 5 കരണ്ടി മാവ് ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് നോക്കിയതിന് ശേഷം കട്ടി കൂടുതലുണ്ടെങ്കിൽ മാവ് കുറവാക്കുക, കട്ടി കുറവാണെങ്കിൽ മാവ് കൂടുതൽ ഒഴിക്കാമെന്ന് പറഞ്ഞിട്ട് ഒരു 5 കരണ്ടി ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് മൂടി വെച്ചതിന് ശേഷം ഒരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെക്കുക. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാനൊരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ്. എന്നിട്ട് 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ തുറന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെന്തിട്ടുണ്ടായിരുന്നില്ല. ഞാനൊരു 5 മിനിറ്റും കൂടിയും മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഒരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിലും വെച്ച് ഒരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലും വെച്ച് ഒരു 15 മിനിറ്റ് ആയപ്പോൾ നല്ലവണ്ണം വെന്തിട്ടുണ്ടായിരുന്നു. ഇത് മാവ് കൂടിയ കാരണം കൊണ്ടാണെന്നറിയില്ല, വേവ് അടുപ്പിൻ്റെ ഇതിനനുസരിച്ച് നമ്മൾ ഒഴിക്കണ മാവിനൊക്കെ അനുസരിച്ചിട്ടാണ് വേവ് ഇട്ടുക. ഇതിൽ കട്ടി കുറച്ചിട്ടാണ് നിങ്ങൾ ഒഴിക്കണമെന്ന് പറഞ്ഞാൽ ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ വെന്ത് കിട്ടും. ഇത് കുറച്ച് കട്ടിയുണ്ട്. പിന്നെ അപ്പം ഞാൻ ഇതേ കട്ടിയിൽ തന്നെയാണ് ഇനിയുള്ളതൊക്കെ ചുട്ടെടുക്കുന്നത്. അപ്പോൾ നല്ലവണ്ണം വെന്തിട്ടുണ്ട്. അതിന് ശേഷം ഞാനിത് പാത്രത്തിൽ നിന്ന് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ചൂടാറിയതിന് ശേഷം പാത്രത്തിൽ നിന്ന് എടുക്കുക. ചൂടോട് കൂടിയിട്ടാകുമ്പോൾ കൈ പൊള്ളുള്ളൂ. അപ്പോൾ അത് പാത്രത്തിൽ നിന്ന് ചൂടാറിയതിന് ശേഷം ഞാൻ പാത്രത്തിൽ നിന്ന് മാറ്റിയെടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ബാക്കി എല്ലാതും ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ അറിയില്ല, നല്ല സോഫ്റ്റാണ്, നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ നമ്മൾ ഒരുപാട് റെസിപ്പീസൊക്കെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതൊക്കെ നിങ്ങൾ ഒരുപാട് കൂട്ടുകാർ കണ്ട് നല്ല സപ്പോർട്ട് തന്നിട്ടുണ്ടാകും. അതിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, നന്നായി കിട്ടും. ഇനി ഒരിക്കലും ഫ്ലോപ്പായില്ല, 100% ഗ്യാരണ്ടിയുള്ള റെസിപ്പിയാണ്. ഇത്ര നേരം എൻ്റെ വീഡിയോ കണ്ടിട്ട് എന്നെ സപ്പോർട്ട് ചെയ്തതിൻ്റെ എല്ലാ കൂട്ടുകാരനെ കൊണ്ട് ഒരുപാട് നന്ദിയുണ്ട്. തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകണം. ഇൻഷാ അള്ളാ ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ അസ്സലാമു അലൈക്കും ബായ്. എല്ലാവരിനെ കൊണ്ടും ഇത് മുറിച്ചും കൂടി ഞാൻ കാണിച്ചു തരാം കേട്ടോ. നല്ല സോഫ്റ്റ് പഞ്ഞിക്കെട്ട് പോലത്തെ നല്ല അടിപൊളി അപ്പമാണ്. ഇതുവരെ ഉണ്ടാക്കിയിട്ട് ശരിയാകാത്തവരാണെങ്കിലോ, ഇനിയിപ്പോൾ ഇത് ക്രിസ്മസിന് വട്ടയപ്പമായിട്ട് മാത്രമല്ല കേട്ടോ, ഇതിൽ കുറച്ച് മധുരം കമ്മിയാക്കിയിട്ടുണ്ട് പറഞ്ഞാൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന, തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് കഴിക്കാനോ നോൺ വെജിൻ്റെ കൂടെ എന്തിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി റെസിപ്പി തന്നെയാണ് കേട്ടോ. നല്ല ആരെടുത്ത് നല്ല സോഫ്റ്റ് പഞ്ഞിക്കെട്ട് പോലെ തന്നെ ഉണ്ട്. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായാൽ നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഗ്രൂപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തു നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക.
സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെ കാണുന്ന ബെൽ ബട്ടൺ അമർത്തിയാൽ 3 ഓപ്ഷൻ വരും. അപ്പോൾ അതിൽ ഓൾ അമർത്തി വെച്ചാൽ ഞാൻ പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോഴേക്കപ്പോഴേ കിട്ടും. അപ്പോൾ ഓക്കെ, താങ്ക് യു.